എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുകൊണ്ടൊക്കെ പോയിരിക്കുകയാണ്. രാത്രി നല്ല പനി, രാവിലെ നേരത്തെ വെച്ച് പിടിച്ചു ഹോസ്പിറ്റലിലേക്ക്. കേണിച്ചിറ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ. പിന്നെ ഇവിടെ ബേബി ഉള്ളത് കാരണം ഈ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് മരുന്ന് വാങ്ങിയില്ലെങ്കിൽ അവന് വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. ഇവിടെ തൊട്ടടുത്തുള്ള ഓട്ടോ വിളിച്ചിട്ട് വേഗം പോവുക ചെയ്തത്. ഒരു കയറ്റത്തിലാട്ടോ, നല്ല പനിയൊക്കെ ഉള്ളത് നടന്ന് കയറാനൊന്നും പറ്റാത്തൊരു കയറ്റത്തിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അത്യാവശ്യം പാർക്കിംഗ് പ്ലേസും എല്ലാം ഉണ്ട്, നല്ല സൗകര്യമൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. മെഡിസിൻ ആണെങ്കിലും ഒരുമാതിരി എല്ലാ മെഡിസിനും തന്നെ അവർ തരുന്നുണ്ട്. പിന്നെ രാവിലെ ആയത് കാരണം ഡോക്ടർ വരാത്ത സമയമായ കാരണം തിരക്ക് കുറവായിരുന്നു. പിന്നെ ഡോക്ടർ വന്നപ്പോഴത്തേനും നല്ല തിരക്കായി. ടോക്കൺ എടുത്ത് നമ്മൾ വെയിറ്റിങ്ങിൽ ഇരിക്കുവാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടേതല്ല, ഒരുമാതിരി എല്ലായിടത്തും തന്നെ ഇപ്പോൾ എല്ലാ മരുന്നുകളും കിട്ടുന്നുണ്ട്. ഇത് ഞാനിങ്ങ് ഇറങ്ങി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി ഇറങ്ങി വന്നപ്പോൾ ഒരു കയറി പോകുന്നതാണ് കേട്ടോ. മോൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ. എനിക്കൊരു 3 തരം മരുന്നാണ് കിട്ടിയത്. അധികം മരുന്നൊന്നും അവിടെ നിന്ന് അവർ തരത്തില്ലെന്നല്ല, അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഈ ചെറിയ പണിക്കൊന്നും ഒരുപാട് മരുന്ന് ഡോക്ടർമാർ എഴുതി നമുക്ക് തരാറില്ല. പിന്നെ മാസ്ക് നിർബന്ധമായെന്ന് പറഞ്ഞത് കാരണം ഞാൻ മാസ്ക് ഇടാൻ തുടങ്ങി. കുഞ്ഞുമായിട്ട് കോണ്ടാക്റ്റ് ഒഴിവാക്കണം എന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ വിറക് കൊണ്ടിറക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പണിയിലാണ് ചേട്ടനും എൻ്റെ മോനും എൻ്റെ മോനും. അത് കാരണം കുഞ്ഞിനെ നോക്കാനൊക്കെ മോള് തന്നെ നോക്കണം. ഞാൻ വന്ന് കയറിയൊക്കെ തന്നെ പെട്ടെന്ന് ചായയും കുടിച്ച് ഗുളികയും കഴിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ നിന്നു. അതല്ലാതെ വേറെ ഒരു രക്ഷയുണ്ടാവുന്നില്ല. നമുക്ക് റെസ്റ്റ് എടുക്കാനോ അതിനൊന്നും പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ വേറൊരാൾ നോക്കാനുണ്ടായിരുന്നെങ്കിൽ മോള് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തേനെ. ഇതിപ്പോൾ അവൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടി വന്നു. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊന്നും നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കാൻ. പക്ഷേ റെസ്റ്റ് എടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം എന്ത് ചെയ്യും? കുഞ്ഞിനെ അവർ വിറകിൻ്റെ പണിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും അവിടെ ഇതായി പോകും. ഇപ്പം മഴ വരാനായി. പിന്നെ ഈ ലീവ് ദിവസങ്ങളിലല്ലാതെ അവർക്കൊന്നും ഇതിന് നിൽക്കാനും പറ്റത്തില്ല. ബേബീനെ മോൾ ആദ്യമായിട്ടാണ് മേല് കഴിക്കുന്നത് കേട്ടോ. ഞാനാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് വയ്യാത്ത കാരണം അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ മാസ്ക് ഇട്ട് തന്നെയാണ് നടക്കുന്നത്. അവനെ മോളാണ് മേലൊക്കെ കഴിക്കുന്നത്. അവൻ ഉറങ്ങിയ നേരം കൊണ്ട് മോള് വേറെയുള്ള പണികളെല്ലാം എല്ലാ ഹെൽപ്പും അടിച്ചുവാരലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചത്തേന് ചിക്കനും പിന്നെ മോരുകറിയും പിന്നെ കുമ്പളങ്ങ കറി, പരിപ്പും കുമ്പളങ്ങ ഇട്ടൊരു കറിയും തോരനുമാണ് ഞാൻ വേഗം ഉണ്ടാക്കിയത് കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഇപ്പം എന്താ, ഇതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. പിന്നെ വൈകുന്നേരം 4 മണി ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴംപൊരിക്ക് മൈദയും നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടി അടിച്ച് വെച്ചാട്ടോ. ഒരു നുള്ളപ്പക്കാരം ഇട്ടിട്ട് അടുപ്പും തറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂട് കൊണ്ട് ഇത് നല്ലോണം അങ്ങോട്ട് ഇതായി വരും. അതിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പിന്നെ വിറകിൻ്റെ പണി ഏകദേശമൊക്കെ തീരാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ 3 ആളും ഒരു റെസ്റ്റ് കൊടുക്കാതെ വിറക് വെട്ടി ഇതാക്കുന്നുണ്ട്. പിന്നെ വലിയ മുട്ടിയുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വണ്ടി വിളിച്ചിട്ട് അതുകൊണ്ട് മുട്ടി ഇപ്പോൾ വണ്ടി ഇത് കീറുന്ന വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് കീറാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ 4 മണി ആയപ്പോഴത്തേനും അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കി പിന്നെ ചായയും കൊടുത്ത് അവർക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പിന്നെ പനീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും കേട്ടോ. നമ്മുടെ റെസ്റ്റ്, പനി ഒക്കെ മറക്കും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ. വീട്ടിൽ നമുക്ക് വേറെ ആളൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അടച്ചുമൂടി നമുക്ക് കിടക്കാം. ഒരുമാതിരി എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കയ്യും ഒന്ന് പൊള്ളി. ഞാൻ പേസ്റ്റ് തേച്ചേക്കും കേട്ടോ, എണ്ണ തെറിച്ചതാണ് കയ്യിലേക്ക്. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ നമുക്കെപ്പോഴും, ഒരു പൊള്ളലും ഒരു തട്ടലും മുട്ടലൊക്കെ. അങ്ങനെ നമ്മുടെ വിറകിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു, വെട്ടി ഒടിച്ചു. ഇനി അത് നാളെ അടുക്കി പെറുക്കാനുള്ള പണികളൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും ഒരു 3 ആളും കൂടി ഒരുമാതിരി 4 അട്ടി വിറകോളം പെട്ടെന്ന് തന്നെ ഇതാക്കി. പിന്നെ നമ്മുടെ വീഡിയോ ഇന്നൊരു കുഞ്ഞു വീഡിയോ, വേറെയുള്ള ഇതൊന്നും ഈ വയ്യാഴികയും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഇടുന്നത് എല്ലാവരും കാണണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ സൗണ്ട് പോയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ്, ലൈക്ക്, പ്ലീസ് ഷെയർ കേട്ടോ. പിന്നെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പപ്പ